ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് RRB ക്ലർക്ക് 2025-ന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. സോ ടെക്സ്റ്റ് ബുക്കിൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, മെമ്മറി ബേസ്ഡ് പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് 2024 ഓഗസ്റ്റ് 18 ഷിഫ്റ്റ് 1-ന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ ഒരു എത്ര ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് ഒരു ഒത്തിരി ഉണ്ട് അല്ലെ. 2024 തന്നെ ഒരു 4 to 6 ഒരു 6-ന് മേലെ 2024 മാത്രം എക്സാംസ് ഉണ്ട്. പിന്നെ 23 ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. സോ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു നമ്മൾ മടി പിടിച്ചിരിക്കുകയാണ്, മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ വീഡിയോന്റെ കൂടെ ഒന്ന് ഈ സെയിം എക്സാം ഒന്ന് ചെയ്ത് നോക്കൂ. സോ നമുക്ക് ജസ്റ്റ് മാർക്സ് നോക്കാലോ. അതല്ല, ഓൾറെഡി എക്സാം കഴിഞ്ഞവര് ഒന്ന് ഇതിന്റെ സ്കോർ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് എക്സാം. എന്തുപറ്റി, ജാമായോ? എക്സാം ഓപ്പൺ ആവുന്നില്ല ഗൈസ്. യെസ്, സോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ ആം റെഡി ടു ബിഗിൻ. ഫസ്റ്റ്സ് ഒക്കെ ഞാൻ വിടുകയാണ്. ഓക്കെ, നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട്. Only few bottles are cup. Few Googles are bottles. No mouse is cup. Okay. Please, some bottles are mouse. No. All cup being Google's a possibility. Yes. Only cricket or football. Some football are stops. No radio is cricket. All cricket being radio is a possibility. No. Some radio definitely not a stop on by So wait. കിട്ടുന്നില്ല. All the numbers dropped at the end. Remaining elements are reversed their position. Okay. Which are the following? 7th right of 12th from right. That is 19th from left. So 19th from left to പറയുമ്പോൾ നമുക്ക് റൈറ്റ് എടുക്കണം. Numbers 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. U. ടൈമിൽ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. KP ഒരാള്, രണ്ടാള്, നാലാള്,
എനിക്കായിരിക്കണം, എനിക്കറിയില്ല, എന്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ. ഓക്കെ, ബി സ്കോർ മോർ ദാൻ എ ലെസ് ദാൻ ഡി, ബി ഗെറ്റ് മോർ ദാൻ ഇ, എഫ് ഗെറ്റ് മോർ ദാൻ സി ലോവർ ദാൻ ഇ, ഇ ബി ബി ഡി. അപ്പൊ എ ഇവിടെ എവിടെ വേണം കൈ വരാം അല്ലേ? സി മോർ ദാൻ അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ, സോ സി ഗ്രേറ്റർ ദാൻ എ വന്നല്ലേ? നമ്പർ ഓഫ് പേഴ്സൺ മോർ ദാൻ ഇ, 1 2 is 1 3 1 2 ഇ. 51 ആയിരിക്കണം. നെസ് ഉണ്ടോ ചെയ്യില്ല, neither. Next, C in W, yes. C in P, yes, both. S in W, no. Y in O, no. M in R, yes. Y in A, yes. 7% north, B second from another. 1 2 3 4 5 6 7, B second from one of the end, 2% between B and A. Number person left of A, right of G. Number person A and G, E and F, A and G, E and F. അപ്പോൾ ഒരാൾ E, ഒരാൾ F വരും. And E and G not immediate neighbors. അപ്പോൾ ഇവിടെ E വരില്ല. അപ്പോൾ ഇവിടെ E, ഇവിടെ E വരും, ഇവിടെ F വരും, ഇവിടെ F വരും, ഇവിടെ E വരും. Okay. C is right of E, but not immediate neighbor of B. C is not immediate. Correct. Who the following immediate left of B? B യുടെ immediate left ആരാണ്? A ആണോ? അല്ല. It is second left of G. Left of A. The fourth from 1 2 3 4 correct. B correct. Correct. D correct. All of the above. C related to A. E related to F. Then G related to D. C and G 3.
with respect to D, third to right. Okay. Which of the following will be up? 11. 2, 4, 6, 3, 2. 17. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്, എറർ വരുമോ എന്നുള്ളത്. നല്ല പ്രാക്ടീസ് വേണം. What will number obtained if second highest number in series added to second highest number in the series added to the lowest number in series? Now 893. Okay, go for first puzzle. 7 boxes, one above and topmost one is 1, lowermost is 7. 1, 2, 3, sorry, topmost is 1 and 2, lowermost is 1, 2, 3, 4, 5, 6, 7. ഇങ്ങനെയാണ് ബോക്സിന്റെ പൊസിഷൻ പറഞ്ഞേക്കുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണം കൊടുക്കാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. സോ ഈക്വൽ നമ്പർ ഓഫ് ബിലോ ആൻഡ് അബോവ് ആർ. ഓക്കെ, 1% between R and U. P is just above V. V is Siemann number 4. V, P. V, P. Okay. T is above S and neither T or S adjust to R. So T is above S. അപ്പോൾ ഇവിടെ വരില്ല. കറക്റ്റ്. ജസ്റ്റ് above R ആരാണ് ഇവിടെ എഴുതാത്ത ഒരാളല്ലേ? P ആണ്. P into Q. Q ആണ്. Next. Correct. U is just below Q. No. R is odd number. No. T is top. Yes. The box reverse half order from top to bottom. അപ്പോൾ bottom to top alphabetical. P, Q, R, S, T, U, V. Remain same position. V ഇല്ല, U ഇല്ല, T ഇല്ല, S ഇല്ല, R. ഒന്ന്. അയ്യോ, ഒരെണ്ണം റിമൈൻ ആണോ? ഓക്കെ, alphabetic order, reverse alphabetic order from top to bottom. That is alphabetic order from bottom to top. P, Q, R, S, T, U, V. Yes, U. ഇങ്ങനെ അങ്ങ് how many boxes above V? 1, 2, 3, 4, 5. 5 boxes above. Okay. Bottommost is S. All the bubbles change to next consonant. Okay. A, B, U, V, T, O, M, C. And next consonant and then the word arrange alphabetic order. Okay. ഇവിടെ അപ്പോൾ T വരും, ഇവിടെ M വരും, ഇവിടെ
അയ്യോ ഒരു മിനിറ്റ്. അതായത് എ ബി ആവും, യു വി ആവും, ടി ടി തന്നെ, ഒ എം ആവും, എം എം തന്നെ, എ ബി ആവും, ടി ടി ആവും, ജെ വരും, സി വരും. അത്വാൻറ്റിക് ഓർഡർ വരുമ്പോൾ നമുക്ക് ബി ബി സി, ബി ബി സി, ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി ടി വി. ഓക്കെ, തേർഡ് ഫ്രം റൈറ്റ് 1 2 3 ടി. ആക്ച്വലി ഇത് ഫുൾ ഒന്നും എഴുതണ്ട, തേർഡ് ഫ്രം റൈറ്റ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് പിന്നെ ഫുൾ എഴുതി ഞാൻ കാണിച്ചു മാത്രമേ ഉള്ളൂ. certain number of person, okay, north, D is second from one of the experiment. Okay, D is second from one of the experiment. 3% between D and D, 1 2 3 E. Another one ഇപ്പുറം എടുക്കേണ്ടി അല്ലേ? Okay. I will show like, okay, നമുക്ക് നോക്കാം. രണ്ട് പോസിബിലിറ്റി വരും, D 1 2 3 E വരും. Okay, G is mid right of E. Number of person G and H is left of, അതായത് G and H is left of F, F is third right of J, J is one of the extreme end. അപ്പൊ J യുടെ തേർഡ് റൈറ്റ് ഇവിടെ വേണം. J 1 2 തേർഡ് F വരും, J 1 2 തേർഡ് F വരും. എഫിന് ലെഫ്റ്റ് 1 2 3 മൂന്നാൾക്കാർ 1 2 3 H. എഫിന്റെ ലെഫ്റ്റ് 1 2 3 മൂന്നാൾക്കാരെ 1 2. അപ്പൊ എഫ് വെച്ച് തമ്മിൽ മൂന്നാൾക്കാർ, ജി വെച്ച് തമ്മിൽ മൂന്നാൾക്കാരാണ്. ഈസ് ലെഫ്റ്റ് ഓഫ് എച്ച്, ഈസ് ലെഫ്റ്റ് ഓഫ് എച്ച്. അപ്പൊ 2 3 എച്ച് 1 2 3, സോറി ജി എച്ച് അല്ലേ, 1 2 3 എച്ച് 1 2 3 എച്ച്. ഓക്കെ, അതായത് എച്ച് ഈസ് ലെഫ്റ്റ് ഓഫ് എച്ച്. ആരാണ്? ഇ ഈസ് ലെഫ്റ്റ് ഓഫ് എച്ച്. ഓക്കെ, നോട്ട് മോർ ദാൻ 5% റൈറ്റ് ഓഫ് ഇ. 1 2 3 4 5 ഇവിടെ നിർത്താം. 1 2 3 4 5 ഇവിടെ നിർത്താം. ഓക്കെ, എഫ് ജി എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ. എച്ച് ഈസ് നോട്ട് നെയ്ബർ ഓഫ് ഡി. ഓക്കെ, so H with respect to E, H with respect to E, 1 2 3 4 5, fifth to right. On the following, sit second left of F, D. D is immediately right of J. True, 12%. 1 2 3 4 5 6 7 8 9 10 11. 3% between G and H. 1 2 correct ആണ്. G is immediate left of E. Immediate right ആണ്. Only 2 മാത്രമേ correct ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇത് കിട്ടിയിട്ടില്ല അല്ലേ? ഇതും കിട്ടിയിട്ടില്ല. ഇത് നോക്കാം. ഹൗ മെനി ലെറ്റേഴ്സ് ദർ? 13, A1, R18, JK, K11, E5, T20, I9, N14, G7. കറക്റ്റ് അല്ലേ നോക്കണം. M13, A1, R18, K11, E5, T20, I9, N14. Both powder. One ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു 1 വേർഡ് ഉണ്ട്. ഇറ്റ്സ് ഓൾ ഡിജിറ്റ്സ് ആർ അറേഞ്ച്ഡ് അസെൻഡിങ് ഓർഡർ. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ 1 2 3 4 5 6 7 ഇല്ല, 8 9. What is the difference between digit which is second from right hand, and fourth one 1 2, fourth one of 4. ഓക്കെ, സാധാരണ ഇത്ര ടൈം ഒന്നും വരേണ്ടി വരില്ല. ഇന്ന് റീസണിങ് അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. 4 of the levas above are based on the position. ഓക്കെ, അപ്പം ഇത് 4H% വരും. ഹാഷ് പി 3 ക്വസ്റ്റ്യൻ മാർക്ക് വരും. VM8 C. ഓക്കെ, അതാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം VM8 C ആവേണ്ടത്. ഓക്കെ, ഒറ്റ എണ്ണം മാത്രം. ഓക്കെ, കെ
അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്താ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. 6 മിനിറ്റ് ഉണ്ട് നമുക്ക്. ഞാൻ ആക്ച്വലി റിയൽ എക്സാമിന് ഈ ടൈം നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഡൗട്ടുള്ള വൺ വേർഡ്സ് ഒക്കെ ഒന്നുകൂടി ചെയ്ത് നോക്കാനൊക്കെയാണ് അത്യാവശ്യം പ്രിഫർ ചെയ്യാറ്. പക്ഷെ എനിക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാവുന്നില്ല. കെ കഴിഞ്ഞിട്ട് ഒരു സിമ്പിൾ കഴിഞ്ഞിട്ടാണ് പി വരുന്നത്. പി കഴിഞ്ഞിട്ട് രണ്ടാൾ കഴിഞ്ഞിട്ടാണ് എൻ വരുന്നത്. എൻ കഴിഞ്ഞിട്ട് 1 2 3 4 കഴിഞ്ഞിട്ടാണ് സെഡ് വരുന്നത്. പിന്നെ എല്ല് വരുവാണെങ്കിൽ പിന്നെ അറ്റ് വരേണ്ടി വരും. കാരണം ഒരാൾ കഴിഞ്ഞിട്ട് വീണ്ടും സെയിം സംഭവം റിപ്പീറ്റ് ആവേണ്ടി വരും. നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും 17th ക്വസ്റ്റ്യൻ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നോക്കാം, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, 7 പ്ലസ് 4.5 മൈനസ് 5.5. ഓ, ഇതിപ്പം ഒന്നുകൂടി വന്നിട്ടുണ്ടല്ലേ. സബ്മിറ്റ് സെക്ഷൻ. 6 by 11, 5 by 7, 4 6 2. 4 2 6 5 30, 150. 13 into 13 169 plus 12 12 by 8 2 3 6. 18 into 12 216. 15 49 into 3 minus 40 107 plus 36 144. 15. അയ്യോ, അതെന്താ മാർക്കാ പറഞ്ഞത്? 15 36 into 5 15 സ്ക്വയർ. അയ്യോ, വെറുതെ നെക്സ്റ്റ് അടിച്ചു പോവാ അല്ലേ. നെക്സ്റ്റ് 4 by 5 into 3 by 2 into 4 plus x is equal to 32. ഇതൊന്നും എഴുതണ്ട. ഇവിടെ ആകുമ്പോൾ r 6 plus x വരും. 34. 88 into that is 44 into 289 by 17. 748. Wait, 4900 by 28 into 444 by 12. X is 7 4 17 7 7 ഇതെന്തരും 25 വരും. 7 into 25 വരും. 12 ആകുമ്പോൾ 111 3 37 വരും. അപ്പോൾ 37 into 25 into 7 into 7. 6475. 12 by 4 is 3. 3 into 6 18 minus 14 by 7 plus 5. 16 plus 5 is 21. 6 plus 5 50. Okay, എന്താ പ്രശ്നമുണ്ടല്ലോ. 150 into 2 by 50 plus 54. 54. 60. 8 minus വരും അല്ലേ. അപ്പോൾ അപ്പുറത്ത് നോക്കാം. 180 into 108 107 minus എത്ര വരും? 282. 525.
ആക്ച്വലി ക്വസ്റ്റ്യൻ ഈസി ആകുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യാം. 250 ഇൻറ്റു 24 ഇതൊക്കെ നമുക്ക് മനക്കണക്കെ ചെയ്യാനേ ഉള്ളൂ, പക്ഷേ നെഗറ്റീവ് വരണ്ടെന്ന് വെച്ചിട്ടാണ്. 10 6/5 into 7/8 into 24/21 into 24/25. So 2910. 12 into 5 cube പറഞ്ഞാൽ 125 വരും. 1540. ഓക്കെ, അരിത്തമാറ്റിക് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ DIs ഉണ്ട്, തുടങ്ങാം. ദിസ് ഇസ് ടോട്ടൽ നമ്പർ പോപ്പുലേഷൻ. ടോട്ടൽ നമ്പർ പോപ്പുലേഷൻ ഡീസ് ഐ തിങ്ക് 6400 എടുക്കേണ്ടി വരും അല്ലേ? അത്ര ക്ലാരിറ്റി ഇല്ല, നോക്കാം. അപ്പോൾ ഇല്ലിറ്ററേറ്റ് ആകുമ്പോൾ അതിൻ്റെ 1/4 16. Number of population F is 6/5 of E. എനിക്ക് തോന്നുന്നു 560 എടുക്കേണ്ടി വരും. 112 6720. ഡാറ്റ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എന്തായാലും നമുക്ക് ഏകദേശം നോക്കാം. പോപ്പുലേഷൻ ഓഫ് ഡി, സി ആൻഡ് ഡി. സീസ് എനിക്ക് തോന്നുന്നത് അത് ഏത് ലൈനാന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. 2300 ആണെന്ന് തോന്നുന്നു. ആൻഡ് സിയും ഡിയും കൺഫ്യൂഷൻ ആണ്. ഇത് 6400 എടുക്കുവാണെങ്കിൽ M/N ആണ്. അപ്പം 24. സി എന്താണ്? സി 24 ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് 32 12 6 16 3 8 അങ്ങനെ 11 വരും. കറക്റ്റാണ്. നമ്പർ ഓഫ് പോപ്പുലേഷൻ ബി ഇൻക്രീസ്. ബി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തേർഡ് ലൈനാണ് ഉള്ളത്, അപ്പൊ 48 ആയിരിക്കും. 48 5/4 ആകുമ്പോൾ 6. അത് ഓക്കെ. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ അത് ഈ ഒരു വാല്യൂവിന്റെ ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് വരേണ്ടത്. റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ എ എനിക്ക് തോന്നുന്നു 1 2 സെക്കൻഡ് 32 ആണെന്ന് തോന്നുന്നു. 32 8. സോ നമ്പർ ഓഫ് ഫീമെയിൽ ഈസ് ഓക്കെ. ഫീമെയിൽ എന്ന് പറയുമ്പോൾ 3 ആണ്. 1200 ആണ് ഫീമെയിൽ വരിക. ഇതിൽ നിന്ന് 350 കുറച്ച് കഴിഞ്ഞാൽ 0 5 850 അല്ലേ? 850. ഓക്കെ, വീണ്ടും അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് നോക്കാം. ഇവിടെ 7 14 28 56 114 6 226 into 2 plus 3 into 2 plus 3 into 4 plus 5 ആണോ? So 81. Yes. Next 4. So 4 9 36 2 3 4 5 6. അപ്പോൾ 5 2 3 5 4. Okay, so 4 16 26 and 16 42 8 27 ക്യൂബാ വരുന്നത് അല്ലേ? സോ 6 സോറി 4 64 125 216 22601. 10 is the answer. Okay, 2 3 5 7 11, that is 41. നമുക്ക് ഓക്കെ ഈ ഒരു ഡാറ്റ ഇവിടെ നോക്കാം.
നമ്പർ ഓഫ് ബസ്സും നമ്പർ ഓഫ് കാറും സോൾഡ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ബസ് സോൾഡ് ഇൻ ബി, സോ എക്സ് 50 വരും ആൻഡ് എഫ് 250 വരും. ഓക്കെ, difference between average number of bus and average number of cars together. Okay, 200, 300, 400, 500, 500, 500 ഉം 190. അപ്പോൾ 690 minus 0, 12, 16. ഓക്കെ, നമുക്ക് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് ആഡ് ഡിഫറൻസ് എടുക്കേ വേണ്ടു. പക്ഷെ എനിക്കൊന്ന് സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുന്നോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റേഷ്യോ ഓഫ് എ സി ആൻഡ് നോൺ എ സി സോൾഡ് ബൈ എ. buses A 120 by 80, 15, 15 into 5 75, 15 into 5 345. ഇത് എ സി, ഇത് നോൺ എ സി, ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ എ സി ആൻഡ് എ സി എന്ന് പറയുമ്പോൾ 30. Factor solved in B is 3 by 4 of car in C is, okay, B ആണ്. Car in B is 240, 180. Ratio of total bus in D and E. Bus in D and E is together a number of car in C and D, 720, 1736. Okay, നമുക്ക് arithmetic മാത്രമേ ചെയ്യാനുള്ളൂ. 20 liters of milk solution having 24% milk. മിൽക്ക് 24 ആണെങ്കിൽ വാട്ട് എത്ര വരും? 676 അല്ലേ? യെസ്. അപ്പോൾ 12, 38, 6, 19. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പം 20 ലിറ്റേഴ്സ് ഓഫ് ആണ്. അപ്പോൾ 20/25 ആണ് വേണ്ടത്. ഓക്കെ, 20. How many liters of water must be added? Okay, solution milk 20. അപ്പോൾ 1:5. Sorry, 1:4 അല്ലേ? 1:4 ആവണം. How much water must be added? അപ്പോൾ 6 ആയിരിക്കണം. 6 അല്ല, 5 അല്ലേ? 5 ആയിരിക്കണം. 5 ഇല്ലല്ലോ. എനിക്ക് 5 കിട്ടുന്നത്. അതായത് 24, 36 എന്നുള്ള നമ്പർ വന്നു. അതിന് 12, 38 ആക്കി, 6, 19 ആക്കി. അപ്പോൾ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിൽക്ക് പറയുമ്പോൾ വിൽ മിൽക്ക് 2:8, ദാറ്റ് ഇസ് 1:4. 1:4 എന്ന് പറയുമ്പോൾ 6 24. അപ്പോൾ ആക്ച്വലി എനിക്ക് 5 കിട്ടുന്നത്. ഞാൻ ഓഫീസ് കൊടുത്താം. റേഷ്യോ ഓഫ് 2 numbers 2:3. Each number is reduced by 5, so 1:2. അപ്പോൾ ഇവിടത്തേക്കുള്ളതാണ് 5. അപ്പോൾ ഇത് 10ഉം ഇത് 15ഉം ആയിരിക്കും. And the first number is 10. Okay, now go for the previous questions. Okay, bottom stream വന്നിട്ടുണ്ട്. In same time a boat can double down. Okay, അപ്പോൾ നമുക്കിവിടെ x plus y by x minus y എന്നുള്ളത് 2:1 എടുക്കാം. അപ്പോൾ x is equal to 3/2, y equal to 1/2. സ്ട്രീം എന്ന് പറയുമ്പോൾ ഇവിടെ 8 വരണം. ഇൻറ്റു 8, ഇത് 12ഉം ഇത് 4. 12 is the answer. Then perimeter of the square, that is 4a. This 4a is equal to 4/5 of area of rectangular whose is 11, L into B. അപ്പം 44. അപ്പോൾ a equal to 11. Length of the square അല്ലേ? ഒരു സ്ക്വയറിന്റെ ലെങ്ത് 11 ആണ്. Okay, the sum of 5 number is 555. Okay, അപ്പോൾ average the last two is this and this, the first two. Sum of 5 numbers is the average last two ഇത്ര, third number is ഇത്ര. Okay, അപ്പോൾ 555 എന്ന് 290 മനസ്സിൽ ആദ്യം. അപ്പം 5, 6, 2, അതിൽ നിന്ന് 115 മനസ്സിൽ 0, 5.
150, 150, 150, 150. So 75. 150 ആണ് 1 and 2 യുടെ average 75 ആയിരിക്കും. Then go for this income of company increased 15% and income ഇത്ര. Okay, 70 എത്രയായിരിക്കും നിൽക്കുന്നത്? അപ്പോൾ 2, 4, 2, 4, 1, 2, 3, 4 into 115 by 100. ഇത് 16 ആയി. ഇനി 115 by 100. അപ്പം 115 into 115 into 115. 5, 2, 1 into 24. 0, 0, 4, 6, 3, 1, 7, 4. Yes. Total age of Aryan and Brijesh is 10 more than Brijesh and Chetan. So, Chetan, how many is younger than 10? A man sells for a high percent loss. So, 195. He sell, if it is sell 80 more, he would be gain. So, 800. Okay, next question. Lady travel 40 kilometer in 20 minutes and after covered in the 20-minute bus. So, average speed 60 divided by 40. Sorry, distance, total distance by total distance. Average speed is equal total distance by time. So 20 plus time നമുക്ക് 20 തന്നിട്ടുണ്ട്. അപ്പം 1 by 20 ആകുമ്പോൾ 1 by 3 plus 1 by 2. 72 kilometer per hour. Started with 1.5. After 4 months, Mohan joined with some capital X. After profit 5:4 ആണ്. Even 12, even after 4 months ആകുമ്പോൾ 8. Okay. 15000 into 12 divided by x into 8 is equal to 5 by 4. 4, 2, 2, 6, 5, 18. Okay, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് ആകുമ്പോൾ 200, 350, 350യും 690 മൈനസ് 7, 11. 188. സോ എനിക്ക് ഇവിടെ എനിക്ക് 2 മിനിറ്റ് അധികം ഉണ്ട്. നോക്കാം. കുറച്ച് ബ്ലാങ്ക് ആയിട്ടാ ചെയ്തേക്കെന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. ആ ഒരു എന്തോ എനിക്കൊരു ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് എക്സാം ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ബട്ട് ജസ്റ്റ് ഗോ ഫോർ ദ റിസൾട്ട്. What happened? Okay. I got three. I think I got 2 or 3 errors, and I got 99 percentile and 76 score. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എവിടെയോ എന്തോ പ്രശ്നം തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ഒരു ക്വസ്റ്റ്യൻ പോലും റീചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പൊ റിയൽ എക്സാമിന്റെ കേസിൽ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ബാക്കി ടൈം എനിക്കിപ്പോ റീസണിങ് 5 മിനിറ്റും ക്വാണ്ടറി 2 മിനിറ്റും ഉണ്ടായിരുന്നു. ആ ഒരു ടൈം നമ്മൾ ബാക്കി ഒന്ന് റീചെക്ക് ചെയ്ത് നല്ലതായിരിക്കും. ഇവിടെ എനിക്ക് 3 എറേഴ്സാണ് വന്നേക്കുന്നത്. റീസണിങ് 2 എറർ വന്നിട്ടുണ്ട്. ഏതാന്ന് നോക്കാം. യെസ്, ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എനിക്ക് അപ്പോഴേ പ്രശ്നം ഉണ്ടായിരുന്നു. നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. യെസ്, 2 ക്വസ്റ്റ്യൻ ഡൗട്ടിലാണ് കൊണ്ടുപോയിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ
എന്ത് ചെയ്യണം, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ. പക്ഷെ ഞാൻ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാൻ വിട്ടുപോയി. ആൻഡ് സോ എനിക്ക് റീസണിങ് അപ്പോഴേ ഇത് ചെയ്യുമ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഇതൊരു ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തോ ലോജിക്ക് ഇവിടെ ഉണ്ട്, എനിക്കത് കത്തിയിട്ടില്ല. ആൻഡ് നമ്പർ സീരീസ് ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റി ഏതാ എറർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയോ എനിക്ക് 5 ലിറ്റർ കിട്ടിയതാണല്ലോ, എന്താ പറ്റിയേ? 6 ആണ് ആൻസർ വരുന്നത്, 4 ലിറ്റേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. ഓക്കെ, സോ ബ്ലണ്ടർ എറേഴ്സ് ഒന്നും ഇല്ല, പക്ഷേ ടോട്ടൽ 3 എറേഴ്സ് വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ എക്സാമിന്. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, ഇവിടെ എന്താ ലോജിക്ക് വരുന്നത് മനസ്സിലായിട്ടില്ല. അതായത് ഇവർ പറഞ്ഞേക്കുന്നത് as the elements in a series are arranged in order of consecutive consonants in the sequence. ഓക്കെ, ജസ്റ്റ് കോൺസണൻസ് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓ, സിമ്പിൾ ആയിരുന്നു കേട്ടോ, സിമ്പിൾ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് KP and Z വരെ 2 1 2 4 അങ്ങനെയായിരുന്നു അവരുടെ ഇടയിൽ ഗ്യാപ്പ് വന്നത്. പെട്ടെന്ന് L വന്നപ്പോൾ എനിക്ക് കത്തിയില്ല. പക്ഷെ ഇറ്റ് വാസ് വെരി വെരി ഈസി, ബിക്കോസ് ജസ്റ്റ് ആ സീരീസിലുള്ള കോൺസണൻസ് മാത്രം എടുത്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ അവരുടെ. അതാണ് എനിക്കൊന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ ജെന്യുവിൻ എറർ. ആൻഡ് ഇവിടെ എന്താണ്, ആവറേജ് ഓഫ് ACE 17 ആണെങ്കിൽ എത്ര മോർ, എനിക്ക് 54 35 വൈ സോ? ഓക്കെ, സോ ഓവറോൾ കണ്ടീഷൻ വെച്ച് 35 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ എന്റെ എറേഴ്സ് ഒന്നും ബ്ലണ്ടർ എറേഴ്സ് അല്ല. പക്ഷേ 3 എറേഴ്സ് ഞാൻ ഒരു RRB ക്ലർക്കിൽ ഇത്ര ഈസി ആയിട്ടൊരു എക്സാമിന് ഞാൻ ഒരിക്കലും എന്നെ ഒരു 3 എറർ ഉള്ളതിൽ എന്താ പറയാ അടിപൊളിയാണെന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, യെസ്, ഓൺലി 563 563 ആൾക്കാർ മാത്രമേ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് മൈ ആക്യുറസി is 96.25 ആൻഡ് പെർസെന്റേജ് is 99%. ഓക്കെ, നിങ്ങളുടെ സ്കോർ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു RRB PO യുടെയും കൂടി മെമ്മറി ബേസ്ഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഞാൻ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.